കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന അരി അഷ്റഫ് ഖാന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടെന്നിട്ട് അരച്ചിട്ട് രാവിലെ ചുട്ട 3 പത്തല് ഞാൻ തിന്നതിൻ്റെ ഊർജമാണ് എൻ്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ഈ ശബ്ദം. അപ്പോൾ എൻ്റെ ക്ലാസ് പ്ലസ് ആവുന്നത് ഭാഷ കാലത്തിലൂടെ വന്നതാണ്, എൻ്റെ ശബ്ദോർജം ദേശത്തിലൂടെ വന്നതാണ്. പ്ലസ് എന്താന്ന് പിടികിട്ടിയോ? കാലത്തെയും ദേശത്തെയും അതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും അനുഭൂതിയെയും അതിൻ്റെ അറിവിനെയും അതിൻ്റെ സ്വപ്നങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവൻ മാത്രമാണ് A+ ആവുന്നവൻ. അല്ലാതെ പരീക്ഷയിൽ ഓർമ്മശക്തിയിൽ മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം താൽക്കാലികമാണത്. താൽക്കാലിക അഡ്മിഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം എന്തെന്നറിയില്ല.